നമസ്കാരം. ഹോട്ടോക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 എന്ന് നിജപ്പെടുത്തുന്നത് അപാകമാണെന്ന് അഭിപ്രായമുയരുന്നു. അത് ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കണം എന്ന ആവശ്യവുമുയരുന്നു. ഈ ആവശ്യത്തെ നിശിതമായി വിമർശിക്കുന്നവരുമുണ്ട്. ഈ വിഷയം സംവാദത്തിനെടുക്കുമ്പോൾ സാമൂഹ്യ നിരീക്ഷകനും അധ്യാപകനുമായ പ്രൊഫസർ എം എൻ കാരശ്ശേരി, SYSൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി എന്നിവർ നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം നാസർ ഫൈസി കൂടത്തായിലേക്ക്. ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നതിന് ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ശൈശവ വിവാഹ നിരോധന നിയമം പ്രാബല്യത്തിലാക്കുകയും വിവാഹ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുകയും ചെയ്ത സമയത്തിനിടെ 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ വിവാഹിതരായി എന്നും അവർക്ക് വിവാഹ രജിസ്ട്രേഷൻ അനുവദിക്കപ്പെടുന്നില്ല എന്നും അതുകൊണ്ട് 18 എന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കണം എന്നുമാണ് വിശദീകരിക്കപ്പെടുന്നത്. പക്ഷേ അത് ഏതാനും 1500 കേസുകൾ മാത്രമാണ് എന്ന ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അത് അവരുടെ കാര്യത്തിൽ മാത്രം അവകാശപ്പെടാതെ പൊതുവായി വിവാഹപ്രായം കുറയ്ക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നതിൻ്റെ സാങ്കത്യമെന്താണ്? ഇവിടെ കുറച്ച് ദിവസങ്ങളായി ചർച്ച മീഡിയകൾ പല ഭാഗങ്ങളിലും ഇല്ലാത്ത വിഷയങ്ങൾ പർവ്വതീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ചില മുസ്ലിം വിരോധം അജണ്ടയായി സ്വീകരിച്ച പല മേഖലകളിലും ഈ വിഷയത്തെ മുസ്ലിം സമുദായ നേതൃത്വത്തെ അവഹേളിക്കാനും അവരെ താറടിച്ച് കാണിക്കാനും കിട്ടി ഒരവസരം എന്ന ദുരുദ്ദേശത്തോടു കൂടി ഈ വിഷയത്തെ മാറ്റിവിടാനുള്ള ചില നിഗൂഢമായ ശ്രമങ്ങൾ നടക്കുകയാണ്. സത്യത്തിൽ കോഴിക്കോട് നടന്നിട്ടുള്ള മുസ്ലിം സംഘടനകളുടെ യോഗം മുസ്ലിം പെൺകുട്ടികളായ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മുഴുവനും കെട്ടിച്ചു വിടാൻ വേണ്ടി നിയമമുണ്ടാക്കണം, അതിന് കോടതിയെ സമീപിക്കണം എന്ന രൂപത്തിൽ ഒരിക്കലും ചേർന്നിട്ടില്ല. അവിടെ ചേർന്ന വിഷയത്തിൻ്റെ മർമ്മപ്രധാനമായ വസ്തുത ഈയിടെ കുറച്ച് വാർത്തകൾ ഉടലെടുത്തപ്പോൾ മുമ്പ് ഒരു അപരിഷ്കൃത സമൂഹത്തിലുണ്ടായിരുന്ന ചില വിവാഹങ്ങൾ അർദ്ധ അറബിയായ അല്ലെങ്കിൽ അർദ്ധ മലയാളിയായ ഒരു വ്യക്തി അദ്ദേഹം ഇവിടെ വന്ന് വിവാഹം കഴിക്കുകയും ആ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ ചില മൈസൂർ കല്യാണങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള മുസ്ലിം പെൺകുട്ടികളെ വിവാഹം ചെയ്താൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളും അതിൻ്റെ പീഡനങ്ങളും സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മുസ്ലിം സംഘടനകൾക്ക് കൂട്ടായി എങ്ങനെ ശ്രമിക്കാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആലോചനയ്ക്ക് വേണ്ടിയാണ് യോഗം കൂടിയത്. അങ്ങനെ യോഗം കൂടിയപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായ ആവശ്യം സമൂഹം കൂട്ടായി ബോധവൽക്കരണം നടത്തുകയാണ്. ഓരോ സംഘടനകളും അതാത് മേഖലകളിൽ ബോധവൽക്കരണം നടത്തുന്നതോടൊപ്പം തന്നെ കൂട്ടായി എല്ലാ മുസ്ലിം സംഘടനകൾക്കും എങ്ങനെ ഇതേ സംബന്ധിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്ന ചർച്ച വന്നപ്പോൾ ഉടലെടുത്തൊരു വിഷയമാണ്. ചില അപൂർവമായ ചില വിഷയങ്ങളുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് നിയമം തടസ്സമായി വരുന്നു. അതുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് അവരെ രക്ഷിക്കാൻ ആ ഇരകളോടൊപ്പം ചേരുക എന്ന ഒരു സമീപന രീതി മാത്രമാണ് ഇവിടെ മുസ്ലിം സംഘടനകൾ ആവശ്യമായ നിയമ നടപടികൾ ആവശ്യമെങ്കിൽ അതുമായി മുന്നോട്ട് പോകാൻ ഒരു ലീഗൽ സെല്ല് രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ. അല്ലാതെ ഇതിൻ്റെ പിന്നിൽ മറ്റേതെങ്കിലും ഒരു അറബി കല്യാണം പോലുള്ള മൈസൂർ കല്യാണം പോലുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള യാതൊരു ശ്രമവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല അതിനെ പൂർണ്ണമായി നിരാകരിച്ച് അതിനെ അതിശക്തമായി എതിർത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആവശ്യമായി നിയമം ഭേദഗതി ചെയ്യണം, അല്ലെങ്കിൽ 18 വയസ്സ് എന്ന് നിജപ്പെടുത്തരുത് നിയമം മൂലം എന്നൊരു ആവശ്യം ഉന്നയിക്കപ്പെടുന്നു. അതൊരു പൊതു ആവശ്യമാണ്. ഈ പർട്ടിക്കുലർ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ഏതാനും കേസുകൾക്ക് അപ്പുറത്ത് അതൊരു പൊതു ആവശ്യമായി ഉന്നയിക്കപ്പെടുന്നതിലെ അസാംഗത്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ പൊതുവായ ആവശ്യം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഇത് വിമർശകരെ സംബന്ധിച്ച് പറയുന്നത് 90% ആളുകളും ഇതിനെ നിരാകരിക്കും, 10% മാത്രമേ ഇതിന് സപ്പോർട്ട് ഉണ്ടാവുന്നു. നമ്മൾ പറയുന്നത് ഈ 90% ആളുകളല്ല, 99.99% ആളുകളും 18 വയസ്സിൽ പൂർത്തിയാകണം എന്ന ആവശ്യത്തിന്മേൽ നിലകൊള്ളുന്ന കാലത്തോളം അങ്ങനെ തന്നെയാണ്. അവർക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ട് കെട്ടിയാൽ മതി, അവർ വിവാഹം ചെയ്താൽ മതി, അത് നമ്മൾ ആരും എതിർ നിൽക്കുന്നില്ല. കേവലം 0.1% ആണെങ്കിൽ പോലും വാദത്തിന് വേണ്ടി പറയുന്നു, അത്രയും വളരെ ന്യൂനപക്ഷമാണെങ്കിൽ പോലും അവർക്കതൊരു തടസ്സമാവാതിരിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു നിയമത്തെ കൊണ്ടുവരുന്നത് ശരിയില്ല എന്ന് മാത്രം. ഈ ആവശ്യമാണ് ഉന്നയിക്കപ്പെട്ടത്. പക്ഷേ അതിനെ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുന്നത് വഴി മുസ്ലിം സമുദായത്തെ തന്നെ അവഹേളിക്കുന്നൊരു സാഹചര്യമുണ്ടായി എന്നതാണ് ഇപ്പോൾ വിശദീകരിക്കപ്പെടുന്നത്. മുസ്ലിം സമുദായത്തിന് ഇതുകൊണ്ട് വല്ല അവഹേളനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കിയത് ഇവരുടെ യോഗവും അതിൻ്റെ തീരുമാനമാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു എരയുടെ ഭാഗത്ത് നിൽക്കുക, ഇവരെന്നും വേട്ടക്കാരൻ്റെ ഭാഗത്ത് നിന്ന കൂട്ടരാ. അതായത് അറബിക്കല്യാണം നടന്നപ്പോൾ ആ അറബിക്കല്യാണത്തെ തടയാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്? അറബിക്കല്യാണം എന്ന് പറഞ്ഞാൽ നേരെ പറഞ്ഞാൽ എത്രയോ നൂറ്റാണ്ടായിട്ടുള്ളൊരു സാധനമാണ്.
ആ അറബി കല്യാണത്തെയോ മൈസൂർ കല്യാണത്തെയോ തടയാൻ വേണ്ടി ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ അറബി കല്യാണത്തിൻ്റെയും മൈസൂർ കല്യാണത്തിൻ്റെയും പിറകിലുള്ള സാധനം എന്ന് പറയുന്നത് സ്ത്രീധനാണ്. സ്ത്രീധനം കൊടുക്കാൻ കഴിയാത്ത കുട്ടികളെയാണ് അറബികൾ കെട്ടുന്നത്. അല്ലാതെ കാശാരുടെ മക്കളൊന്നും അറബികൾ കെട്ടൂല, അറബികൾ കൊണ്ട് കെട്ടിക്കൂല. മൈസൂർ കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് ഇടത്തരത്തിൽ താഴെ പരമദരിദ്രരായ കൂട്ടരെയാണ് ഈ കെട്ടുന്നത്. അപ്പോൾ ആ കല്യാണങ്ങൾക്കൊന്നും മതത്തിൻ്റെ യാതൊരു നിബന്ധനയും പാലിക്കാറില്ല. അപ്പോൾ ഒരു ചെറിയ കാര്യം, ഈ കുട്ടിയോട് അനുവാദം ചോദിക്കുക എന്നുള്ളത് മതമാണ്. അത് ചോദിച്ചിട്ടില്ല. പിന്നെ പ്രായവ്യത്യാസം നോക്കാത്ത കല്യാണം, ബഹുഭാര്യത്വം, മൈസൂർ കല്യാണം, അറബിക്കല്യാണം തുടങ്ങി ഈ പെൺകുട്ടികൾ ഇരകളാക്കപ്പെടുന്ന അനവധി സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇവരുടെ ഈ സംഘം ചേർന്നിട്ട്, എല്ലാ സമുദായ സംഘടനകളും ചേർന്നിട്ട് തീരുമാനിച്ചാൽ തീരും സ്ത്രീധനത്തിൻ്റെ പ്രശ്നം. അതായത് സ്ത്രീധനം നടക്കുന്ന കല്യാണം ഞങ്ങൾ അതിന് കാളിയായിട്ട് പോവില്ല, ഞങ്ങളുടെ മഹലിൽ അത് നടത്തൂല, ഞങ്ങളതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല, ഞങ്ങൾ അത്തരം കല്യാണങ്ങളെ ബഹിഷ്കരിക്കുമെന്ന് ഇവിടുത്തെ എല്ലാ മുസ്ലിം സംഘടനകളും ഈ മതപണ്ഡിതന്മാർ എന്നാണ് ഇവർ സ്വയം പറയുന്നത്. അതായത് മതത്തിലെ ഏത് നിയമവും ഇവർ കാണാപ്പാടം പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് മുഴുവൻ സ്ത്രീവിരുദ്ധമായി വ്യാഖ്യാനിക്കുന്നതാണ് ഇവരുടെ പാരമ്പര്യം. അപ്പോൾ ഇപ്പോൾ അറബിക്കല്യാണം നടന്നപ്പോൾ അതിലെ ഇരയ്ക്കല്ല ഇവരുടെ പ്രാധാന്യം കൊടുത്തത്, ആ വേട്ടക്കാരന് എങ്ങനെ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അർദ്ധ മലയാളി. ഈ അറബിക്കല്യാണത്തിലെ പുതിയാപ്പിള UAE പൗരനാണ്. അദ്ദേഹത്തിൻ്റെ ബാപ്പ അറബിയാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ അറബിയായ വകയിൽ, ഉമ്മക്ക് മലയാളിയായ വകയിൽ ഇവിടെ ആദ്യത്തെ 6 കൊല്ലം അദ്ദേഹം പലപ്പോഴായിട്ട് കോഴിക്കോട്ടുണ്ടായിരുന്നു. അപ്പോൾ UAE പൗരനായ അറബിയായ ഒരാളെയാണ് അർദ്ധ മലയാളി എന്ന് പറയുന്നത്. അപ്പോൾ അത് അറബിക്കല്യാണമല്ല എന്ന് വരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഈ തരത്തിൽ എപ്പോഴും സ്ത്രീ വിരുദ്ധമായി ആണ് ഇവർ ആലോചിക്കുന്നത്. ആയിരത്തി 1985 ഷാബാനു കേസിൻ്റെ വിധിയിൽ, അതായത് വിവാഹമുക്തയ്ക്ക് ജീവനാംശം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് മുസ്ലിം ഭർത്താവിനെ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അന്ന് ഇവരൊക്കെ ഒരുമിച്ച് കൂടി, അതായത് സുന്നി, മുജാഹിദ്, ജമായത്ത്, ഒരു വ്യത്യാസമില്ല, മറ്റനവധി കാര്യങ്ങളിൽ തർക്കിക്കുകയും തല്ലുകൂടുകയും പരസ്പരം കൊല്ലുകയും വള്ളിത്തർക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ സ്ത്രീവിരുദ്ധമായ മതത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ഒരുമിച്ച് കൂടും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വേറെ എന്ത് പറഞ്ഞാലും എരയുടെ ഭാഗത്താണ് എന്ന് പറയുന്നത് അംഗീകരിക്കാൻ എനിക്ക് വയ്യ. മൊത്തത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളുടെയോ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധമായ നിലപാടുകളുടെയോ തുടർച്ച തന്നെയാണ് ഒരുപക്ഷെ ഈ ആവശ്യത്തിലേക്ക് എത്തിക്കുന്നതും. ഒരു സംശയമില്ല. കാരണം ആരാത് ആവശ്യപ്പെട്ടിരുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ ആ യോഗത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. ഇത് ചർച്ച ചെയ്യുന്ന രംഗത്ത് ഒരു സ്ത്രീ ഇല്ല, ഒരു പുരുഷന്മാർ കൂടിയും തീരുമാനിക്കുകയാണ്. പിന്നെ ഏത് സ്ത്രീ ഏത് സ്ത്രീ സംഘടന അവരോട് ആവശ്യപ്പെട്ടു ഈ ശൈശവ വിവാഹത്തിന് അനുമതി വേണമെന്ന്? പിന്നെ ഇവിടുത്തെ ഏത് പെൺകുട്ടിക്ക് താല്പര്യമുള്ളത്? ഇവിടുത്തെ ഏത് രക്ഷകർത്താവിനാണ് താല്പര്യമുള്ളത്? ഇപ്പം എന്താ തമാശ എന്ന് വിചാരിച്ചാൽ, ഇതിലിപ്പോൾ ജമായത്തെ ഇസ്ലാമി, സോൾഡാരിറ്റി, യൂത്ത് ലീഗ്, MSF, ഹരിത, കാന്തപുരം AP പോലും ഈ ഇതിൻ്റെ കൂടെ ഇല്ലപ്പോൾ. ഇവരിപ്പോൾ ഈ തീരുമാനമെടുത്തു. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട്, ആദ്യം വന്ന റിപ്പോർട്ട് ഇവർ പറഞ്ഞാണല്ലോ റിപ്പോർട്ട് ചെയ്ത്. മുസ്തഫ മുണ്ടുപാറ എന്ന് പറയുന്ന ഈ കമ്മിറ്റിയുടെ കൺവീനർ പറഞ്ഞതാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പിന്നെ അത് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പം മുസ്ലിം ലീഗ് അതിൻ്റെ പിറകിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഇതിലൊരു രാഷ്ട്രീയ കളിയുണ്ട്. അതായത് EK സുന്നി ഒരു രാഷ്ട്രീയം കളിച്ച് പഠിക്കാതെ, എൻ്റെ റീഡിങ് അതാണ്. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ അവർക്കിപ്പോൾ സത്യത്തിൽ വലിയ കഷ്ടം അവരുടെ കാര്യം. അതായത് കാന്തപുരം ഗ്രൂപ്പിൻ്റെ തിരുകേശത്തിൻ്റെ ഒരു തട്ടിപ്പുണ്ടായിരുന്നു, അത് പൊളിഞ്ഞു. അതിലിവർക്ക് വലിയ പങ്കുണ്ട്. ഇവർ ജയിച്ച് നിൽക്കുക. ഈ ജയിച്ച് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അന്തസ്സിൽ നിൽക്കുന്നതിന് പകരം ഇപ്പോൾ ഈ തരത്തിൽ ശൈശവ വിവാഹം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഒന്നാമത് മുസ്ലിം പെൺകുട്ടിക്ക് ഒരു പ്രായം എന്നൊരു കാര്യമുണ്ട്. ഇവിടെ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അതായത് മുസ്ലിം ആണെങ്കിലും മുസ്ലിം അല്ലെങ്കിലും ഒക്കെ വിവാഹപ്രായം 18, അത് ക്രിമിനൽ നിയമമാണ്. 1860 തൊട്ട് ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ഇപ്പോൾ കൈ വെട്ടണമെന്ന് ഖുർആനിലുണ്ട്, ഇന്ത്യയിൽ കൈ വെട്ടൂല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് ഇവിടുത്തെ ഒരാൾക്കും ഇങ്ങനത്തെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇവരുണ്ടാക്കിയത്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ സംഘടന ആരത് ആവശ്യപ്പെട്ടത്? ആർക്കത് വേണ്ടത്? ഇവർക്ക് മാത്രമേ വേണ്ടൂ. ഇവർക്ക് വേണ്ടത് ഇപ്പോൾ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഒരു വൈകാരികമായ ധ്രുവീകരണം ഉണ്ടാക്കണം. കള്ളക്കളി അത്. അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ സ്ഥിരമായ ഏർപ്പാടുള്ളത്. പിന്നെ ബേസിക്കലി അടിസ്ഥാനപരമായി അത് സ്ത്രീവിരുദ്ധമാണ്. അത് ഇവിടുത്തെ യൂത്ത് ലീഗുകാരും MSFകാരും MSFൻ്റെ വനിതാ വിഭാഗമായ ഹരിത അടക്കം
തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇവർ ഒറ്റപ്പെട്ടു എന്നാണ് എൻ്റെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. നമുക്ക് രാഷ്ട്രീയപരമായ ഒരു അജണ്ടയുമില്ല. ഇത് സുന്നിക്ക് വേണ്ടി കൂടിയതല്ല. കേരളത്തിലെ പ്രബലമായ 2 വിഭാഗമാണ് മുജാഹിദിലെ 2 വിഭാഗം. അതുപോലെ തന്നെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്നത് പ്രബല വിഭാഗമാണ്. അവരെല്ലാം MSS, MES ഒരു പരിഷ്കൃത സമൂഹത്തിന് വിദ്യാഭ്യാസപരമായി ഒരുപാട് മുന്നോക്കം ഉണ്ടാക്കിയ MESഉം MSSഉം ഒക്കെ വളരെ വ്യക്തമായി അവരുടെ നിലപാടുകൾ തുറന്നു പറഞ്ഞതാണ്. ഇനി കാന്തപുരം വിഭാഗത്തിൽ ഇതുവരെ 16 വയസ്സ് കാരശ്ശേരിക്കറിയാം. MES ഈ വിവാഹപ്രായം കുറയ്ക്കുന്നതിന് തള്ളി പറഞ്ഞിട്ടുണ്ട്, MSS തള്ളി പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമി MESന്റെ കാര്യം തീരുമാനിക്കുന്നത് കാരശ്ശേരിയല്ല. ഞാൻ പറയട്ടെ, ഫസൽ ഗഫൂർ വ്യക്തമായി പറഞ്ഞു. ഫസൽ ഗഫൂർ വ്യക്തമായി ഇതേ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, MSS, MES തുടങ്ങിയ സംഘടനകളും ഇവിടെ കാന്തപുരം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കാരശ്ശേരി പറഞ്ഞു. ഈ കാരശ്ശേരിക്കും അതുപോലെ തന്നെ കേരള ജനതയ്ക്ക് മുഴുവനും അറിയാവുന്ന വസ്തുതയാണ് 16 വയസ്സിൽ വിവാഹം നിജപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ട ആളും കാന്തപുരത്തിന്റെ ഇരട്ടത്താപ്പും അയാളുടെ എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ ആ വിഷയത്തിലേക്ക് പോകണ്ട. നമ്മുടെ വിഷയത്തിൽ ഇവിടെ വളരെ വ്യക്തമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിവാഹപ്രായം 18 നിജപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ചില വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചില പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് വിവാഹം കഴിക്കേണ്ടി വരും. കൊണ്ടുള്ള പ്രയാസം എന്ന് പ്രയാസം എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ, ശൈശവ വിവാഹം നടത്തുന്ന മുസ്ലിങ്ങൾ മാത്രമല്ല, നമ്പൂതിരിമാർ നടത്തുന്നുണ്ട്, ക്രിസ്ത്യാനികൾ നടത്തുന്നുണ്ട്, ഈഴോമാർ നടത്തുന്നുണ്ട്, ദലിതന്മാർ നടത്തുന്നുണ്ട്, ആദിവാസികൾ നടത്തുന്നുണ്ട്, ക്രിസ്ത്യാനി നടത്തുന്നുണ്ട്. കേരളത്തിൽ അനവധി സമൂഹങ്ങളിലുള്ള ഒരു ജീർണതയാണ് ശൈശവ വിവാഹം. പിന്നെ നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു മതപ്രശ്നം വരുന്നത് എങ്ങനെയാണ്? ഇവിടെ ശൈശവ വിവാഹം സാമൂഹ്യ പ്രശ്നം എന്ന് പറയൂ. കാരശ്ശേരി വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള സമയം വേണം. ഇവിടെ വളരെ വ്യക്തമായി നമ്മൾ പറയുന്ന കാര്യം ഇതാണ്. ആർക്കാണ് ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം? ഒന്നിലധികം വിവാഹം കഴിക്കാൻ ആവശ്യമാകുന്ന ഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ശരീഅത്ത് മുഹമ്മദ് ലോ പ്രകാരം സമ്മതം കൊടുക്കുന്നുണ്ട്. ബഹുഭാര്യത്വം, ഒന്നിലധികം വിവാഹം അത്യാവശ്യമാകുന്ന ഘട്ടത്തിലാവാം എന്നോർത്ത് എല്ലാ പുരുഷന്മാരും 2 ഭാര്യയെ സ്വീകരിക്കണം എന്ന നിയമത്തിന് വേണ്ടി മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെടുന്ന പറയാൻ പറ്റുമോ? പറ്റില്ല. 18 മുജാഹിദുകൾ ഒരു സംഘടനയും ഖുർആാനോ അല്ലെങ്കിൽ ഹദീസോ ബഹുഭാര്യത്വം നിർബന്ധമാണെന്ന് പറയുന്നില്ല. ബഹുഭാര്യത്വം എന്ന ഈ നിയമം അല്ലെങ്കിൽ ബഹുഭാര്യത്വം ആകാം എന്നുള്ള ആ നിയമം നിലനിൽക്കുമ്പോൾ അത് എടുത്തു കളയരുത് എന്ന് പറയുമ്പോൾ ബഹുഭാര്യത്വം ആവശ്യമാണ് എന്ന ബോധവൽക്കരണോ ബഹുഭാര്യത്വം വേണമെന്ന നിർബന്ധ ബുദ്ധി ഇതിന് പിന്നിലില്ല. 18 വയസ്സിൽ താഴെ ഉള്ള പെൺകുട്ടികൾക്ക് ആവശ്യമാകുന്ന ഘട്ടത്തിൽ അവർക്ക് വിവാഹം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണം എന്ന് പറയുമ്പോൾ എല്ലാ പെൺകുട്ടികളും 16 ആകുമ്പോഴേക്കും 18 കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ കെട്ടിച്ചു വിടണമെന്നൊരു നിർബന്ധ ബുദ്ധി ഇവിടെ വരുന്നില്ല. ആർക്കാണ് ഇതേ സംബന്ധിച്ചിടത്തോളം ആവശ്യം? ഞാൻ ചോദിക്കട്ടെ, വളരെ വ്യക്തമാണ്. ഇവിടെ പ്രത്യേക സാഹചര്യം ഞങ്ങളുടെ ഇവിടെ സ്ത്രീകളുടെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ വിഷയം സ്ത്രീകൾക്കും പറയാം, പുരുഷന്മാർക്കും പറയാം. കുടുംബത്തിന്റെ പ്രശ്നമാണ്. നിങ്ങളുടെ യോഗത്തിൽ ഒരു സ്ത്രീ ഇല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം വനിതാ സംഘടന ഇല്ല. അതിൽ സ്ത്രീയില്ലല്ലോ. സ്ത്രീയില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ത്രീകളുടെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പറയാം. ഷാബാനു കേസ് എന്താ കാര്യം അത് മനസ്സിലാക്കാത്തത്? ഷാബാനു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചർച്ച വന്നപ്പോഴും എവിടെയാ സ്ത്രീകളെ മുന്നോട്ട് വെച്ചത്? ഇവിടെ ഏത് വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ പ്രശ്നം കൂടി അവർക്ക് അവകാശങ്ങൾ വകവെച്ച് കൊടുക്കാൻ പുരുഷന്മാർ കർമ്മരംഗത്തിറങ്ങി ഒരുപക്ഷെ സമരമുറകൾ പോലും നടത്തേണ്ടി വരും. അപ്പോൾ സ്ത്രീയുടെ സംരക്ഷണം കൂടിയാണ് പുരുഷഭാഗത്തോളം പുരുഷ സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 18 നിന്ന് താഴോട്ട് കൊണ്ടുവരണം എന്ന് ഏതെങ്കിലും സ്ത്രീ പറഞ്ഞോ? പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പെൺകുട്ടി പറഞ്ഞോ പറഞ്ഞില്ലെന്ന് തീരുമാനിക്കേണ്ടത് കാര്യം. ഇവിടെ സംഘടനകൾ, ഞങ്ങളുടെ മാതാപിതാക്കള്, കുടുംബങ്ങൾ, മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വനിതാ സംഘടന ഞങ്ങളുടെ വിവാഹപ്രായം കുറയ്ക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചോ? ഒരു മുസ്ലിം സംഘടന ഈ വിഷയം ഉന്നയിക്കണം എന്നില്ല മുസ്ലിം പെൺകുട്ടിക്ക് വേണ്ടി ശബ്ദിക്കാൻ. ഈ കാരശ്ശേരി മാഷ് ഉന്നയിച്ച പ്രശ്നത്തിൽ ഒരു വിശദീകരണം കൂടി നമുക്ക് വെക്കേണ്ടി വരും. ഇത്തരമൊരു സാഹചര്യം, അതായത് 18 വയസ്സിന് മുൻപ് വിവാഹം കഴിച്ചതുകൊണ്ട് രജിസ്ട്രേഷൻ നടപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത്, എന്തുകൊണ്ടാണ് പിന്നെ ഇതിനൊരു പൊതുവൽക്കരണം, എന്തുകൊണ്ടാണ് നമ്മളിത് 18 വയസ്സിൽ എന്ന് നിജപ്പെടുത്തരുത് എന്ന ആവശ്യം ഉന്നയിക്കുന്നത്? ഇത്തരക്കാർക്കൊരു ഇളവ് അനുവദിക്കണം എന്ന ആവശ്യമല്ല